ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിലെ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ മാരത്തോൺ പോളിംഗ് സീസൺ എൻഡ്സ് ടുഡേ ഇൻ ഫൈനൽ ഫേസ് എന്ന് പറയുന്ന ന്യൂസ് ആണ്. അതായത് ഏതാണ്ട് 1.5 മാസമായിട്ട് നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് എക്സർസൈസ്, ഇത്രയും വലിയ ഡെമോക്രാറ്റിക് എക്സർസൈസ് അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയ വേൾഡിൽ വേറെ ഒരിടത്തും ഇല്ല. അത്രയും സമാനതകളില്ലാത്ത ഇലക്ഷനാണ്. ഇത്രയും കോടി ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇത്രയും കോടി ജനങ്ങളുള്ള വേറെ രാജ്യമുള്ള ചൈന. അവിടെ വോട്ട് ചെയ്യാൻ പറ്റൂല. അവിടെ കമ്മ്യൂണിസമാണ്, അവിടെ കമ്മ്യൂണിസ്റ്റ് ഓട്ടോക്രസിയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ലോകത്ത് ഇത്രയും വലിയൊരു ഇത്രയും ഡെപ്തിൽ ഇലക്ഷൻ നടക്കുന്ന വേറെ ഒരു രാജ്യവും ഇല്ല. അപ്പം വേൾഡിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് എക്സർസൈസ് ഈസ് ഗോയിങ് ടു എൻഡ് ടുഡേ ആൻഡ് ദ ഇലക്ഷൻ റിസൾട്ട്സ് വിൽ ബി അനൗൺസ്ഡ് ഓൺ June 4th. ടുഡേ ഈവനിങ് എക്സിറ്റ് പോൾസ് വിൽ ഓൾസോ ബി അനൗൺസ്ഡ്. അതിൽ ഏതാണ്ട് ഒരു പിക്ചർ ഒക്കെ നമുക്ക് കിട്ടുന്ന ഇന്നലെയും പറഞ്ഞാണ്. സോ 18th ലോക്സഭ വിൽ കം ഇൻ ടു ഇഫക്ട് I think by 9th of this month, June 9th. June 9th ആയിരിക്കും മിക്കവാറും. June 9th നടക്കണമെന്നില്ല. June 9th സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ പലരും പ്ലാൻ ചെയ്യുന്നുണ്ട്. ജയിക്കുകയാണെങ്കിൽ അതൊക്കെ നടക്കുള്ളൂ. അപ്പൊ അതാണ്. അപ്പം എന്തായാലും 7ാം ഫേസ് ആണെന്ന് നടക്കുന്നത് 18ാം ലോക്സഭ ഇലക്ഷന്റെ. അപ്പം ഇന്നത്തോടുകൂടി ഇലക്ഷൻ കഴിയും. പിന്നീട് ട്രംപ് ബിക്കംസ് ഫസ്റ്റ് ex-US പ്രസിഡന്റ് ടു ബി കൺവിക്റ്റഡ് ഓഫ് ഫെലോണി എന്ന് പറഞ്ഞൊരു ന്യൂസ് കാണാം. ഞാന് ഇന്നലെയോ മെനിഞ്ഞാന്നോ എപ്പോഴോ ഇതിനെക്കുറിച്ച് ഒരു ന്യൂസ് വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എന്റെ മറ്റേ യൂട്യൂബ് ചാനൽ ബിജു നായർ ഫാക്ടെക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. ട്രംപ് ആകുമോ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുന്ന പ്രസിഡന്റ് എന്നാണ് ആ വീഡിയോയിൽ. അത് അങ്ങനെ കുറച്ച് പേരെ കണ്ടോളൂ. ഇന്നലെ രാത്രി ഇട്ടത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ അതിനെ കുറിച്ചാണ്. ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയലിൽ ഇത് തന്നെ ഞാൻ ആ ഫാക്ട് ചെക്സ് ആ ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ട കാര്യങ്ങളാണ് ഇത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് ഇന്നത്തെ ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ ആയിരിക്കുന്നത്. അപ്പൊ അതിന് കാരണം ഇതാണ്. ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് വീണ്ടും there is a fair chance for him to become president again because Joe Biden's popularity is day by day diminishing as per the latest opinion polls in USA. അത് മാത്രമല്ല, ഇപ്പൊ ഇതുപോലുള്ള അദ്ദേഹത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചാർജസ് കുറെ എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാല് നമ്മളെ ഇന്ത്യയിലൊക്കെ എന്ന് വെച്ചാൽ ഒരിക്കലും പിന്നെ ആ ഒരു പൊളിറ്റീഷ്യൻ ഒരു സർവൈവൽ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചാർജ് ആണ്. എന്ന് വെച്ചാൽ ഒരു പോൺ സ്റ്റാർ ഉണ്ട്, സ്റ്റോമി ഡാനിയൽ എന്ന് പറയുന്ന പോൺ സ്റ്റാർ. ഈ പോൺ സ്റ്റാറുമായിട്ട് ട്രംപിന് അഫയർ ഉണ്ട്, അത് സത്യമാണ്. അത് 2014 പുള്ളി പ്രസിഡന്റ് ആവുന്ന സമയത്ത് ഈ സ്റ്റോമി ഡാനിയൽ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് $130,000 അദ്ദേഹത്തിന്റെ വക്കീല് വഴി, അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് വഴി ഇവർക്ക് ഒരു ഹഷ്മണി ആയിട്ട് കൊടുത്തു എന്നുള്ളതാണ് മെയിൻ കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പിന്നീട് അദ്ദേഹം ഈ പൈസ കൃത്രിമ മാർഗത്തിൽ കൂടെ കൊടുത്തത് അദ്ദേഹത്തിന്റെ ബിസിനസ് റെക്കോർഡ്സിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ സമയത്ത് അഫിഡവിറ്റ് കൊടുക്കണം, അത് ഇവിടെയും കൊടുക്കണം. അതായത് സത്യവാങ്മൂലം കൊടുക്കണം. അതിൻ്റെ അകത്ത് അദ്ദേഹം ഇത് ഉൾപ്പെടുത്തിയില്ല. പിന്നെ ഇതുപോലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ മറച്ചു വെച്ചു. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ അദ്ദേഹത്തിന്റെ ഇതിലുള്ള ചാർജസ് ആണ്. ഈ ചാർജസ് എല്ലാ ചാർജസും ഇപ്പോ അവിടുത്തെ ന്യൂയോർക്കിലെ ഒരു കോർട്ട് ശരിവെച്ചിരിക്കുകയാണ്. അപ്പൊ ജൂലൈ 11 കണ്ട് അദ്ദേഹത്തിന്റെ എതിരെയുള്ള വിധി പ്രഖ്യാപിക്കും. അപ്പോ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ശിക്ഷ കിട്ടും, ഉറപ്പാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രായം പരിഗണിച്ച് ചിലപ്പോൾ ഇംപ്രിസൺമെന്റ് കൊടുക്കില്ല. പക്ഷെ ഇനി ഇംപ്രിസൺമെന്റ് കൊടുക്കാൻ പറ്റുന്ന കേസസ് വേറെ കുറെ ഉണ്ട് അദ്ദേഹത്തിന് അഗേൻസ്റ്റ് ആയിട്ട്. അതൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് അത് ഇപ്പൊ ഇന്നത്തെ എഡിറ്റോറിയലുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. അപ്പൊ എന്തായാലും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ കൺവിക്റ്റഡ് ആവുന്ന ആദ്യത്തെ അമേരിക്കൻ ഫോമർ പ്രസിഡന്റ് ആണ് ട്രംപ്. അമേരിക്കയുടെ പ്രസിഡന്റായി മാറാൻ അദ്ദേഹത്തിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. അതിന്റെ കാരണം ഞാൻ അകത്തെ പേജിലേക്ക് പോകാൻ പറയാം. എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് ഇതിന് ഭരിക്കാൻ പറ്റും. അത് ഇന്ത്യയിൽ പറ്റൂല, US ഇത് പറ്റും. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ലേ നല്ല ചാൻസ് ഉണ്ട് പ്രസിഡന്റ് ആവാൻ. പക്ഷേ കുറെ ലീഗൽ ചലഞ്ചസ് ഇങ്ങനെയുള്ളത് വെളിയിൽ നിൽക്കുന്നു. അപ്പൊ അതാണ് ഹിന്ദുവിൽ രണ്ടാമത്തെ ന്യൂസ്. മൂന്നാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ GDP ഗ്രോത്ത് സർജസ് to 8.2% on manufacturing gains. നമ്മളിപ്പോ ഇലക്ഷൻ ലാസ്റ്റ് ഫേസിൽ ഇന്ന് ലാസ്റ്റ് ഡേയിൽ വോട്ട് ചെയ്യാണ്. ഞാൻ ഒരു കാര്യം, നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനോട് പല കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട്. അതായത് ഞാനിപ്പോ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിങ് പ്രത്യേകിച്ച് 2 phases കഴിഞ്ഞ് 3rd phase തൊട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രൈം മിനിസ്റ്ററിന്റെ സ്റ്റാച്ചറിന് ചേർന്ന കാര്യങ്ങളല്ല. എസ്പെഷ്യലി ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് മൈനോറിറ്റീസ് ആയ മുസ്ലിംസിന് അഗേൻസ്റ്റ് ആയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യം, പക്ഷെ അദ്ദേഹം അത് തിരസ്കരിക്കുന്നുണ്ട്. അദ്ദേഹം മുസ്ലിംസിന് അഗേൻസ്റ്റ് ആയിട്ട് അല്ല പറഞ്ഞത് എന്നൊക്കെ പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് മൈനോറിറ്റീസ് ആയിട്ടുള്ള മുസ്ലിംസിന് അഗേൻസ്റ്റ് ആയിട്ട് പറയുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റുകളെല്ലാം പറഞ്ഞത്. അതൊരിക്കലും ഒരു പൊളിറ്റീഷ്യന് ചേർന്നതല്ല. പൊളിറ്റീഷ്യന് ചേർന്നാലേ പിന്നെ ഒരു പ്രൈം മിനിസ്റ്റർ ചേർന്നായിരിക്കും. പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ മൊത്തമാണ്. ഒരു പാർട്ടിയുടെ ലീഡർ ഇപ്പൊ JP നദ്ദ പറഞ്ഞ ഓക്കെ, കാര്യം എന്ന് വെച്ചാൽ ഹീസ് ദ പ്രസിഡന്റ് ഓഫ് BJP, ഹി ക്യാൻ സ്റ്റിക്ക് ഓൺ ടു ദ ഐഡിയോളജി ഓഫ് BJP. ബട്ട് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജ്യത്തിന്റെയാണ്. അപ്പൊ അദ്ദേഹം പറയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് പ്രൈം മിനിസ്റ്റർ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിന് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് അദ്ദേഹം ഈ ഇലക്ഷൻ സമയത്ത് പറഞ്ഞത്.
പക്ഷെ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സിഇഒ പോലെ ഭരിക്കുന്ന ഒരു ഭരണാധിപനായിട്ട് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ജനിച്ചതിന് ശേഷം കണ്ട ഏറ്റവും നല്ല ഭരണങ്ങളിൽ ഒരെണ്ണമായിരുന്നു. അതായത് ഇപ്പൊ എൻ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞൊരു കോർപ്പറേറ്റ് സിഇഒ ഉണ്ട്. പിന്നീട് നമ്മളുടെ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ. ഏതാണ്ട് 100-ലധികം കമ്പനികളുള്ള ഒരു കോൺഗ്ലോമറേറ്റ് ആണ് ടാറ്റ എന്ന് പറയുന്നത്. TCSും ടാറ്റ സ്റ്റീലും ടാറ്റ മോട്ടോഴ്സും ടാറ്റ കെമിക്കൽസും ടാറ്റ പവറും താജ് ഉൾപ്പെടുന്ന ഇന്ത്യ ഹോട്ടൽസ് ലിമിറ്റഡും ഒക്കെ ഉൾപ്പെടുന്ന വിമാനം ഉണ്ടാക്കുന്ന കമ്പനി വരെ അവർക്കുണ്ട്. ഇത് എല്ലാത്തിന്റെയും ഗ്രൂപ്പ് സിഇഒ, മൊത്തം ടാറ്റ ഗ്രൂപ്പിന്റെ സിഇഒയും എൻ ചന്ദ്രശേഖരനാണ്. ആ എൻ ചന്ദ്രശേഖരന്റെ ലീഡർഷിപ്പിലാണ് ടാറ്റ ഓരോ ദിവസവും ഉയരങ്ങളിലേക്ക് കുതിച്ച് പുതിയ പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു കോർപ്പറേറ്റ് സിഇഒ ഒക്കെ ആവാനാണെങ്കിൽ മോഡി കൊള്ളാം. കാര്യം അത് പറയാൻ ഞാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഈ ഒരു ന്യൂസ് കണ്ടോ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൻമോഹൻ സിംഗിന്റെ UPA 1 കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ഭയങ്കര GDP ഗ്രോത്ത് ആയിരുന്നു. അതായത് 2004 to 2009. അതിനുശേഷം ഇന്ത്യയുടെ എക്കോണമി കംപ്ലീറ്റ്ലി എന്താ പറയുക ഡിസ്ട്രക്റ്റഡ് ആയിപ്പോയി ഡ്യൂ ടു മെനി റീസൺസ്. 2008 US ഭയങ്കര എക്കണോമിക് റിസഷൻ വരികയാണ്. US സാമ്പത്തിക മാന്ദ്യം വരികയാണ്. അപ്പം അതേണ്ട ആ സമയത്ത് ഞങ്ങളൊക്കെ 2010 ബാങ്ക് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ ബാങ്കുകൾ ഡ്യൂ ടു മെനി റീസൺസ്, ഞാൻ ഈ പറഞ്ഞ USന്റെ എല്ലാ റിസഷൻ കൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ ബാങ്കുകളെ മിസ്മാനേജ് ചെയ്തതിന്റെ ബേസിൽ ഇന്ത്യയിലെ ബാങ്കുകളുടെ നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ ബാഡ് ലോൺ പ്രോബ്ലം ഭയങ്കരമായിട്ട് കൂടുകയും ഇന്ത്യയിലെ ബാങ്കുകളിലെ ടോട്ടൽ ബാങ്കുകളുടെ എണ്ണത്തിൽ ഏതാണ്ട് 3/4 ബാങ്കുകളും RBIയുടെ PCA ഫ്രെയിംവർക്കിന്റെ അണ്ടറിൽ വരികയും ചെയ്തു. PCA മീൻസ് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ. പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ മീൻസ് വെൻ one bank's bad loan problem reaches a threshold level, there is a threshold level, അത്രയും മാത്രമേ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റൂ. ആ ത്രെഷോൾഡ് ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന്റെ ഹെൽത്തിനെ ബാധിക്കും, അതിലെ ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കും. സോ ആ ബാങ്ക് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു സിറ്റുവേഷനിലേക്ക് ഈ ബാഡ് ലോൺ അല്ലെങ്കിൽ NPA നോൺ പെർഫോമിംഗ് അസറ്റ് പ്രോബ്ലം പോകുമ്പോൾ ബാങ്കുകളെ RBI പെട്ടെന്ന് അവരെ രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ പറഞ്ഞ ഫ്രെയിംവർക്കിന്റെ അണ്ടറിൽ കൊണ്ടുവരും. ഇന്ത്യയിൽ ഞാനൊക്കെ ബാങ്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് ഓൾമോസ്റ്റ് SBI ഒക്കെ ഒഴിച്ച് മിക്കവാറും എല്ലാ ബാങ്കുകളും പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷനിലായിരുന്നു. അപ്പൊ ബാങ്കുകൾ റിക്രൂട്ട്മെന്റ് നടത്തൂല. കാര്യം അവർക്ക് അവരുടെ ഹെൽത്തേ മോശമാണ്. അപ്പം RBI പല റെസ്ട്രിക്ഷൻസും കൊണ്ടുവരും. അതിൽ ഒരെണ്ണമാണ് റിക്രൂട്ട്മെന്റ് നിരോധനം എന്ന് പറയുന്നത്. ഇന്ന് പക്ഷേ ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ലാഭം ഏതാണ്ട് 1,40,000 കോടിയും 1,40,000 കോടിയും പ്രൈവറ്റ് സെക്ടറുള്ള ബാങ്കുകളുടെ ലാഭം ഏതാണ്ട് 1,71,000 കോടിയാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് ഏതാണ്ട് 3,10,000 കോടിയാണ് ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ലാഭം. ഒരു ബാങ്കുകളിലും നഷ്ടത്തിലില്ല. അത് ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. രണ്ടാമത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സർപ്ലസ് ട്രാൻസ്ഫർ ചെയ്ത കാര്യമൊക്കെ നിങ്ങളിപ്പം ഞാൻ തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ കോവിഡിന് ശേഷം വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്ത വേൾഡിലെ സെൻട്രൽ ബാങ്ക് RBI ആണ്. അതുകൊണ്ടാണ് RBI ബെസ്റ്റ് ബാങ്ക് സെൻട്രൽ ബാങ്ക് ഗവർണറുടെ അവാർഡ് ശക്തികാന്ത ദാസിനായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ, ഇന്ത്യയുടെ RBIയുടെ ഗവർണറിന്. അതുപോലെ ഇന്ത്യയുടെ GDP ഗ്രോത്തിലേക്കാണ് പോകുന്നത്. ഇന്ത്യക്ക് ഈ നമ്മളുടെ എക്സ്റ്റേണൽ ഏജൻസീസ് റേറ്റിംഗ് കൊടുക്കും. എക്സ്റ്റേണൽ ഏജൻസീസ് ഇന്ത്യക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും. ആ എക്സ്റ്റേണൽ ഏജൻസീസിന്റെ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു എക്കോണമിയുടെ റെസിലിയൻസിനെ തീരുമാനിക്കുന്നത്. അത് കണ്ടിട്ടായിരിക്കും വേൾഡിലെ ഇൻവെസ്റ്റേഴ്സ് വന്ന് ആ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ റേറ്റിംഗ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ബെസ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാക്രോ എക്കോണമിക് ഫണ്ടമെന്റൽസും മൈക്രോ എക്കോണമിക് ഫണ്ടമെന്റൽസും സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ നമ്മളുടെ ഇൻഫ്ലേഷൻ കൂടാൻ പാടില്ല, നമ്മളുടെ ടാക്സ് ടു GDP റേഷ്യോ നല്ലതായിരിക്കണം, നമ്മളുടെ റുപ്പി വാല്യൂ വലിയ പ്രശ്നമില്ല, എഗെയിൻസ്റ്റ് ഡോളർ വലിയ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ബെസ്റ്റ് ആയിരിക്കണം, നമ്മളുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്ന സംഭവം കുറവായിരിക്കണം, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറവായിരിക്കണം. ഇതിലെല്ലാത്തിലും ഇന്ത്യ ഇപ്പൊ ബെസ്റ്റ് പെർഫോമിംഗ് ആണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എക്കണോമിക് ഫ്രണ്ടിൽ ഇന്ത്യയുടെ പെർഫോമൻസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. അപ്പം GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഈസ് വൺ ഓഫ് ദ എന്താ പറയുക നമ്മുടെ ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ആൻ എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ് ഇന്ത്യ. 7% ഗ്രോ ചെയ്താൽ തന്നെ നമ്മൾ വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആവുമായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ 7% ഗ്രോ ചെയ്ത്, ഇപ്രാവശ്യം അതിലും താഴെയാണ് എല്ലാവരും പ്രെഡിക്ട് ചെയ്തത്. പക്ഷേ 8.2% ആണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പം തീർച്ചയായിട്ടും ഗവേണൻസിന് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ മറ്റേ ആസ്പെക്ട് ദാറ്റ് ഇസ് എ പ്രോബ്ലം. അതൊരു പ്രോബ്ലം തന്നെയാണ്. കാര്യം എത്ര വലിയ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിയാലും രാജ്യത്തിലെ ജനങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ആ രാജ്യത്തെ ഭരണാധികാരിയുടെ പരാജയം എന്നുള്ളതിനപ്പുറം ആ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ സൃഷ്ടിക്കാൻ കാരണമാവും. സോഷ്യൽ ഹാർമണി അത് ബാധിക്കും, സൊസൈറ്റിയൽ ഫാബ്രിക്കിനെ അത് ബാധിക്കും,
കമ്മ്യൂണൽ ഡിസ്ഹാർമണി ഉണ്ടാവും, നമ്മളുടെ രാജ്യം തന്നെ വേണമെങ്കിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതും കൂടെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം. അത് ഇവരുടെ ഗവൺമെന്റ് ആണെങ്കിലും ഫ്യൂച്ചറിൽ വരുന്ന ഗവൺമെന്റുകളാണെങ്കിലും. അപ്പൊ എന്തായാലും ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 8.2% എന്ന് പറയുന്നത് ഇന്ന് വേൾഡിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ആണ്. ചൈനയെ എടുത്തു നോക്കിയാലും വേറെ ഏത് രാജ്യം എടുത്തെങ്കിലും ഇതിനേക്കാൾ ഒരുപാട് കുറവാണ് GDP ഗ്രോത്ത് റേറ്റ്. അപ്പൊ ഈ ഡേറ്റ റിലീസ് ചെയ്തിരിക്കുന്നത് NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. NSO കാൽക്കുലേറ്റ് ചെയ്യുന്ന പല സംഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് GDP ആണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. പഠിച്ചു വെച്ചിരിക്കുക 8.2% ആണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ്. ഇനി ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണെങ്കിലോ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഇൻകവും ഒരു രാജ്യത്തിന്റെ റവന്യൂവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്ന സംഭവമൊക്കെ. ബെസ്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു പിന്നെ റേറ്റിംഗ് ഒക്കെ അപ്ഗ്രേഡ് ആവുള്ളൂ. ഇന്ത്യയുടെ റേറ്റിംഗ് അടുത്ത 2 വർഷത്തിനകം അപ്ഗ്രേഡ് ആവുന്ന S&P പറഞ്ഞേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റർനാഷണൽ റേറ്റിംഗ് ഏജൻസീസ് ആണ് ഒരു രാജ്യത്തിന്റെ റേറ്റിംഗ് കൊടുക്കുന്നത് പറഞ്ഞു. ഇന്റർനാഷണൽ റേറ്റിംഗ് ഏജൻസീസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് S&P, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, മൂഡീസ്, ഫിച്ച്, ഈ പറഞ്ഞ റേറ്റിംഗ് ഏജൻസീസ് ആണ്. ഇവരെല്ലാവരും ഇന്ത്യയുടെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ റേറ്റിംഗിൽ സ്റ്റേബിൾ എന്ന് പറയുന്ന BBB നെഗറ്റീവ്, സ്റ്റേബിൾ എന്ന് പറയുന്ന റേറ്റിംഗ് അവർ കൊടുത്തിരുന്നത്. ആര് കൊടുത്തിരുന്നത്? S&P കൊടുത്തിരുന്നത്. ബാക്കിയുള്ള റേറ്റിംഗിനെ കുറിച്ച് ഒന്നും ന്യൂസ് പേപ്പറിലൊന്നും വന്നിട്ടില്ല. ഈ BB നെഗറ്റീവ് നിലനിർത്തിക്കൊണ്ട് ഈ സ്റ്റേബിൾ എന്നുള്ള ഒരു പോസിറ്റീവ് ആക്കി മാറ്റി. ഇപ്പം ഇതൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി BB നെഗറ്റീവ് എന്നുള്ള റേറ്റിംഗ് കൂടും അടുത്ത 2 വർഷം കൂടെ നിരീക്ഷിച്ചിട്ട്. എന്നത്തെ ഹിന്ദുവിന്റെ ബിസിനസ് പേജിൽ അതിനെ കുറിച്ചുണ്ട്. അപ്പം ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് എ വെരി ഫാക്ടർ ഇൻ ഡിസൈഡിങ് ദ റേറ്റിംഗ് ഓഫ് ആൻ എക്കോണമി. അപ്പോ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 5.8% ആണ് എന്നാണ് ഇപ്പൊ നിർമ്മലാ സീതാരാമൻ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ചിരുന്ന ഇന്റരിം ബഡ്ജറ്റിൽ പറഞ്ഞത്. ഇന്റരിം ബഡ്ജറ്റ് മാറി ഇപ്പൊ ഈ ജൂണിൽ ഈ മാസം ഫുൾ ബഡ്ജറ്റ് വരും. ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഇന്റരിം ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആ 8% ഇപ്പം അത് റിവൈസ് ചെയ്തിരിക്കുന്നു. ഇന്ത്യക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഓൺലി 5.6% ഉള്ളതാണ് പറഞ്ഞത്. കുറഞ്ഞിരിക്കുന്നത്. എപ്പോഴും കുറഞ്ഞു വേണം. അത് 4% അതിന്റെ താഴെ കൊണ്ടുവരണം. അതാണ് ബെസ്റ്റ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ രാജ്യത്തിൽ. അതെ, എല്ലാ രാജ്യങ്ങൾക്കും ഫിസ്ക്കൽ ഡെഫിസിറ്റ് കാണും, ഈവൻ ഡെവലപ്ഡ് വേൾഡിനും ഉണ്ട്. പക്ഷെ ആ ഫിസ്ക്കൽ ഡെഫിസിറ്റ് മാക്സിമം കുറച്ചുകൊണ്ട് വരണം. 4% താഴെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ FRBM ആക്ടിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. FRBM ആക്ട് എന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. ആ ആക്ടിന്റെ അതനുസരിച്ച് 4% താഴെ കൊണ്ടുവരണം എന്നാണ്. ഇപ്പൊ അത് 5.6% ആണ്. ഈ വർഷം അത് 5.1% ആയിട്ട് കുറയ്ക്കുന്നതാണ് ഇന്ത്യ പറഞ്ഞേക്കുന്നത്. ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ അതിന് ചിലപ്പോൾ താഴാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ത്യയുടെ ടാക്സ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സസ്. ഡയറക്റ്റ് അതാണല്ലോ മെയിൻ കോൺട്രിബ്യൂഷൻ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇൻകം എന്ന് പറയുന്നത്. ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ GST മെയിൻലി. അതെല്ലാം കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ജസ്റ്റ് നടന്നിരിക്കുക. പിന്നെ ഈ പേജിൽ വേറെ ആവശ്യമുള്ള ന്യൂസ് ഒന്നുമില്ല. അതിനടുത്ത പേജിലേക്ക് അതിനടുത്ത പേജിൽ പോകുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വരെ അദ്ദേഹത്തിന് ജാമ്യം ഉള്ളൂ. കാര്യം എന്താണ്? ഇലക്ഷൻ ക്യാമ്പയിനിങ് നടത്താനായിരുന്നു. ഇന്ന് ഇലക്ഷൻ കഴിയല്ലേ. അപ്പൊ നാളെ അദ്ദേഹത്തിന് ജയിലിലേക്ക് തിരിച്ചു വേണ്ടി വരും. അതിനെക്കുറിച്ചൊരു ന്യൂസ് കാണാം. പിന്നെ PM's മെഡിറ്റേഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞൊരു ന്യൂസ് കാണാം. അത് എവിടെയാണ് മെഡിറ്റേഷൻ നടത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. എവിടെയാണ്? വിവേകാനന്ദ റോക്കിലാണ്. വിവേകാനന്ദ റോക്കില്. പിന്നെ താഴോട്ട് വരുമ്പോ ഇല്ല, താഴോട്ടുള്ള ന്യൂസുകൾ നമുക്ക് ആവശ്യമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയലാണ്. എഡിറ്റോറിയൽ പേജിലെ ആദ്യത്തെ എഡിറ്റോറിയൽ നമുക്ക് നോക്കാം. ആദ്യത്തെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പ്രസിഡൻഷ്യൽ ഫെലോണി എന്നാണ് എഡിറ്റോറിയലിന്റെ പേര്. ഫെലോണി എന്ന് പറഞ്ഞാൽ കുറ്റം എന്നാണ്. ഓക്കെ, അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള കുറ്റം, അതാണ് ഫെലോണി എന്ന് പറയുന്നത്. അപ്പൊ ഡൊണാൾഡ് ട്രംപ് ആണ് ആദ്യത്തെ US എക്സ് പ്രസിഡന്റ് ഇത്തരത്തില് ഒരു കുറ്റകൃത്യത്തിൽ കൺവിക്ട് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ 34 ചാർജസ് ആണ് ഈ ഒരു കേസിൽ ഉണ്ടായിരുന്നത്. ഈ കേസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റോമി ഡാനിയൽസ് എന്ന് പറയുന്ന പോൺ സ്റ്റാറിന് അദ്ദേഹം ഹഷ്മണി അദ്ദേഹമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടി കൊടുത്തു എന്നുള്ളതാണ്. അപ്പം ആ കേസിന്റെ വിധി ഇപ്പൊ എന്തായാലും കുറ്റക്കാരൻ കണ്ടു നേരത്തെ ഇനി വിധി പറയട്ടെ. ഈ വിധി പറയുമ്പോൾ ജൂലൈ 11 ജൂലൈ 11 എന്ന് പറയുമ്പോൾ അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ നോമിനി ആയിട്ട് അദ്ദേഹത്തിന് ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന ദിവസത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഇത് വരുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ നോമിനി ആയിട്ട് ഇതുവരെയ്ക്ക് അദ്ദേഹത്തിന് ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷെ അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതുവരെയുള്ള പ്രൈമറീസിലെല്ലാം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി മുന്നിട്ട് നിന്നത് ട്രംപ് ആയതുകൊണ്ട് ഹീസ് ഗോയിങ് ടു ബിക്കം ദ നോമിനി ഓഫ് റിപ്പബ്ലിക്കൻ പാർട്ടി ഫോർ ദ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ നവംബർ. അദ്ദേഹത്തിനെതിരെ ഇൻകുംബന്റ് പ്രസിഡന്റായ ആരായിരിക്കും? ജോയ് ബൈഡൻ ആണ്. അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡറുമാണ്.
അപ്പം ഇതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. പിന്നെ ഇത് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രായാധിക്യം 77 വയസ്സായി ട്രംപിന്. ഒപ്പം അദ്ദേഹത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള ക്രിമിനൽ ആയിട്ടുള്ള കേസസിലൊന്നും അദ്ദേഹത്തിന് കുറ്റക്കാരനായി കണ്ടെത്തിയിട്ടില്ല. ഒപ്പം തന്നെ ഈ ഒരു കേസ് അമേരിക്കയുടെ സൊസൈറ്റിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന കേസും അല്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പരിഗണിച്ച് അദ്ദേഹത്തിന് മിക്കവാറും തടവ് ശിക്ഷ 4 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കേസാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് ഒഴിവാക്കി മിക്കവാറും വല്ല ഫൈനോ വല്ലോ ഒക്കെ കൊടുക്കുകയുള്ളൂ. പക്ഷേ അമേരിക്കൻ സൊസൈറ്റി ഈ കേസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് അമേരിക്കയിലെ ഇലക്ടറേറ്റിന് ഈ കേസ് പോളറൈസ് ചെയ്യാൻ പോകുന്നത് എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ട്രംപിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നതെന്ന് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഒപ്പം ഇതൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ സെക്കൻഡ് പാരഗ്രാഫില് ഇനി വേറെ കേസസ് ഉണ്ട്. ആ കേസസ് ഒക്കെ ഇനിയിപ്പം സെക്കൻഡ് പാരഗ്രാഫിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. വേറെ കേസസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം 2020 കോവിഡിന്റെ സമയത്ത് അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ട്രംപ് ഇലക്ഷനിൽ പരാജയപ്പെടുന്നത് വളരെ നാരോ ആയിട്ടുള്ള ഒരു പരാജയമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരാജയം അംഗീകരിക്കാൻ തയ്യാറല്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സപ്പോർട്ടേഴ്സിനോട് അമേരിക്കയുടെ പവർ സെന്ററായ ക്യാപിറ്റോൾ ബിൽഡിംഗിലേക്ക് മാർച്ച് ചെയ്യാൻ പറഞ്ഞു. ആ മാർച്ചിൽ കുറെ അക്രമങ്ങളുണ്ടായ ആൾക്കാർ മരിച്ചു. അപ്പം പൊളിറ്റിക്കൽ ഇലക്ഷൻ ഔട്ട്കമ്മിനെ ഇന്റർഫിയർ ചെയ്യാൻ ശ്രമിച്ചു. അതാണ് വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന്, അതെല്ലാം ഞാൻ ഇന്നലത്തെ ആ ചെറിയ വീഡിയോ, ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് പോയതിനു ശേഷം, പ്രസിഡന്റ് ആയപ്പോഴാണെങ്കിലും കുഴപ്പമില്ല, പ്രസിഡന്റ് സ്ഥാനത്ത് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് റെസിഡൻസിൽ നിന്ന് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ചില ഫയലുകൾ കണ്ടെത്തി. അത് വീണ്ടും പ്രശ്നമാണ്. ഇതിലെല്ലാം അദ്ദേഹത്തിന് കൺവിക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നവംബറിൽ നടക്കുമ്പോൾ അതിനു മുമ്പായിട്ട് ഇതിന്റെ ഒന്നും വിധിയൊന്നും വരത്തില്ല. അതെല്ലാം അപ്പീൽ സ്റ്റേജിലും ഒക്കെ ആയിരിക്കും ഈ പറഞ്ഞ കേസുകളിലൊക്കെ. മറ്റേ കേസിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റോമി ഡാനിയൽസ് പോൾ സ്റ്റാറിന്റെ കേസിൽ അദ്ദേഹത്തിന് മിക്കവാറും വല്ല പെനാൽറ്റി ഒക്കെ കിട്ടി മിക്കവാറും രക്ഷപ്പെട്ട് പോകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇതിലുള്ള ഇനി വേറൊരു കാര്യം, ഇനി അങ്ങനെ ജയിലിലായെന്ന് കരുതിക്കോ ഈ കേസിൽ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഞാൻ പറഞ്ഞ കേസുകൾ ജയിലിലായെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇത്രയേ പറയുന്നുള്ളൂ. അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ 35 വയസ്സ് തികഞ്ഞിരിക്കണം, അമേരിക്കയിൽ ജനിച്ച സിറ്റിസൺ ആയിരിക്കണം, നാച്ചുറൽ ബോൺ സിറ്റിസൺ ഓഫ് USA ആയിരിക്കണം, 35 വർഷം പ്രായം തികഞ്ഞിരിക്കണം, 14 വർഷം തുടർച്ചയായിട്ട് US താമസിച്ചിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. കൺവിക്റ്റഡ് ആയി കഴിഞ്ഞാൽ 2 വർഷമോ അതിൽ കൂടുതലോ ഇംപ്രിസൺമെന്റ് ആണെങ്കിൽ അപ്പോഴും അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആവും. ഓക്കെ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ലീഗൽ പ്രോബ്ലംസ് ഒന്നുമില്ല. ഈവൻ ഇഫ് ഹീസ് പുട്ട് ബിഹൈൻഡ് ദ ബാർസ് ബൈ ദ കോർട്ട് ഇൻ എനി ഓഫ് ദീസ് കേസസ്, he is free to contest US president election, and if he is elected as US president, he can rule USA, the biggest economy in the world, from behind the bars. അതാണ് ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ വീഡിയോയ്ക്ക് ഇന്നലെ ആ ടൈറ്റിൽ ഇങ്ങനെ കൊടുത്തത്, അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജയിലിൽ കിടന്നുകൊണ്ട് അമേരിക്ക ഭരിക്കുന്ന ആദ്യത്തെ പ്രസിഡന്റായ ട്രംപ് മാറുമോ എന്ന് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ചോദിച്ചത്. ഇനി രണ്ടാമത്തെ സ്പ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന എഡിറ്റോറിയൽ, ഇത് വളരെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ വലിയൊരു പ്രധാനപ്പെട്ട എഡിറ്റോറിയലാണ്. അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. അതുകൊണ്ട് ഇപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇൻ സ്പേസിനെ കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. കാര്യം ഇന്ത്യയിലെ സ്പേസ് സെക്ടറിൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇന്ത്യ ഗവൺമെന്റ് ആ സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യാനും എനേബിളിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി കൊണ്ടുവന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻ സ്പേസ് ഇന്ത്യൻ നാഷണൽ സ്പേസ് അതോറൈസേഷൻ ആൻഡ് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് അതോറൈസേഷൻ സെന്റർ എന്നുള്ള സംഭവം. എന്നിട്ട് ഞാൻ പറഞ്ഞു പ്രൈവറ്റ് സെക്ടറിന് ഫുള്ളി തുറന്നു കൊടുത്തേക്കാണ് ഇന്ത്യൻ സ്പേസ് സെക്ടർ. അതിന്റെ ഗുണങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് US അങ്ങനെ ചെയ്തത് കൊണ്ട് നാസ അവരുടെ മെയിൻ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സ്പേസ് എക്സും അതുപോലെ ബ്ലൂ ഒറിജിനും ഒക്കെ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ ഇന്ത്യയിൽ ഇപ്പോൾ അഗ്നികുൽ എന്ന് പറയുന്ന കമ്പനിയുടെ അച്ചീവ്മെന്റിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയലിൽ പറയുന്നത്. അഗ്നികുൽ കമ്പനി അഗ്നിബാൺ എന്ന് പറയുന്ന അഗ്നിബാൺ ഇന്നലെ ഞാൻ പറഞ്ഞാണ് ഒരു ലോഞ്ച് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്തു. അതിന്റെ അത് അവര് ഇപ്പൊ പരീക്ഷണത്തിന്റെ പേര് സബോർബിറ്റൽ ടെക് ഡെമോൺസ്ട്രേറ്റർ എന്നായിരുന്നു. അത് ആ പരീക്ഷണത്തിന്റെ പേരാണ്, സബോർബിറ്റൽ ടെക് ഡെമോൺസ്ട്രേറ്റർ. അവര് അഗ്നിബാൺ എന്നാണ് ആ ലോഞ്ച് വെഹിക്കിളിന്റെ പേര്. അത് സെമി ക്രയോജനിക് എഞ്ചിൻ യൂസ് ചെയ്തുകൊണ്ടുള്ള പരീക്ഷണമാണ്. ഈവൻ ISROയ്ക്ക് പോലും സെമി ക്രയോജനിക് എഞ്ചിൻ ഇല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അത് വിജയിക്കുന്നത് ഇന്ത്യക്ക് വളരെ നല്ല കാര്യമാണ്. പിന്നെ അവരുടെ തന്നെ പ്രൈവറ്റ് ലോഞ്ച് പാഡിൽ നിന്നാണ് അത് ലോഞ്ച് ചെയ്തത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞ എൻ്റെ പേര് ധനുഷ് എന്നങ്ങാണ്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. ധനുഷ് എന്നാണ് എൻ്റെ ഓർമ്മ, ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, പിന്നെ വേറൊരു കാര്യം, 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ് ഇവര് ഈ
ഈ റോക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന 3D പ്രിന്റിംഗ് ടെക്നോളജി. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ അത് വേൾഡിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെ ചെയ്തേക്കുന്നത്. അതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് ഈ ലോഞ്ച് വെഹിക്കിള് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. മാസത്തിൽ ഒന്ന് വെച്ച് ഈ ലോഞ്ച് വെഹിക്കിൾ അവർക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓൾറെഡി സ്മോൾ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യുന്നതിനുള്ള ലോകത്തിലെ വിപണിയുടെ ഒരു പ്രധാന പങ്ക് ഇന്ത്യയുടെ കയ്യിലാണ്. അതിനു വേണ്ടിയിട്ട് ISRO PSLVയും SSLV ആണ് ഉപയോഗിക്കുന്നത്. PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, SSLV സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഈ 2 വെഹിക്കിൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചെറു സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ ലോകത്ത് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരെല്ലാം. അപ്പോൾ ആ വിപണി ISROയുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലുള്ള ആൾക്കാർ, അഗ്നികുൽ പോലുള്ള കമ്പനികൾ, അവർക്കും ഈ സ്മോൾ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്യാവുന്ന റോക്കറ്റ്സ് ഒക്കെ അവർ ഡെവലപ്പ് ചെയ്തെടുത്ത് മുമ്പോട്ട് വരുമ്പം നമുക്ക് ആ വിപണിയിൽ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇവർ ഈ പ്രൈവറ്റ് കമ്പനികളും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് പിന്നെ സ്കൈ റൂട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ച് പറയുന്നുണ്ട്. അവർ സ്കൈ റൂട്ട് വിക്രം എന്നുള്ള പേരുള്ള, വിക്രം സാരാഭായി ആണല്ലോ ഇന്ത്യൻ സ്പേസ് ടെക്നോളജിയുടെ ഫാദർ. വിക്രം സാരാഭായ്, അദ്ദേഹത്തിന്റെ പേരിലാണ് വിക്രം എന്ന ഒരു ലോഞ്ച് വെഹിക്കിൾ 2022 പരീക്ഷിച്ചു. അത് സക്സസ്ഫുൾ ആണ്. ഇനിയും ഒരുപാട് സ്പേസ് സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. സോ ഇന്ത്യയുടെ സ്പേസ് സെക്ടറിന്റെ ഭാവി ശോഭനമാണ്. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, തമിഴ്നാട്ടില് ഒരു പുതിയ ലോഞ്ച് ഫെസിലിറ്റി വരുന്നുണ്ടെന്ന് ISROയുടെ. ഓൾറെഡി ശ്രീഹരിക്കോട്ടയുണ്ട് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഇനി വരാൻ പോകുന്നത് തമിഴ്നാട്ടില് കുലശേഖര പട്ടണം എന്നുള്ള സ്ഥലത്താണ്. കുലശേഖര പട്ടണം സ്മോൾ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുലശേഖര പട്ടണത്തിലാണ്. അതും പഠിച്ചു വെച്ചോളൂ. തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്തിലാണ് വരാൻ പോകുന്ന പുതിയ ലോഞ്ച് ഫെസിലിറ്റി ഓഫ് ISRO. അപ്പൊ ഇതിൽ പറഞ്ഞുകൊണ്ടുവന്ന ഇന്നോവേഷൻ ഭയങ്കരമായിട്ട് കൂടും. ഈവൻ ഞാൻ പറഞ്ഞു സെമി ക്രയോജനിക് എഞ്ചിൻ ISRO ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അതിനുമുമ്പേ നമ്മൾ ആ പ്രൈവറ്റ് പാർട്ടീസ് വരുമ്പോൾ ഗുണം കണ്ടോ? പ്രൈവറ്റ് കമ്പനിയായ അഗ്നികുൽ ഡെവലപ്പ് ചെയ്തു. അപ്പൊ അഗ്നികുലിന്റെ ഈ എക്സ്പീരിയൻസ് നിന്ന് ISROയ്ക്കും പഠിക്കാം. അവരൊക്കെ ഇനി ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ച് അവർക്ക് അവരുടെ ഈ സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ലോഞ്ച് വെഹിക്കിൾസിന്റെ നിർമ്മാണത്തിന്റെ വേഗത കൂട്ടാൻ പറ്റും. ഇന്നോവേഷൻ ഭയങ്കരമായിട്ട് കൂടും. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. തിരിച്ചു എന്ന് പറയുമ്പം ഈ പ്രൈവറ്റ് കമ്പനീസിന് പണ്ട് ISRO ഡെവലപ്പ് ചെയ്തുള്ള ലോഞ്ച് വെഹിക്കിളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇത്രയും കാലതാമസം ഒന്നും എടുക്കൂല. കാര്യം ISROയുടെ എക്സ്പെർട്ടൈസ് ഇവർക്ക് ഷെയർ ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഷെയറിംഗ് ഓഫ് നോളജ്, ഷെയറിംഗ് ഓഫ് ടെക്നോളജി, ഷെയറിംഗ് ഓഫ് നോളജ്, ഇതിന് വേണ്ടിയിട്ടുള്ള എനേബിളിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രമിക്കേണ്ടതെന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ആ എഡിറ്റോറിയൽ. അതിൽ കുറെ കാര്യങ്ങൾ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഈ സിവിൽ സർവീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. കാരണം ഇത് ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് പറയാത്തത്. കാരണം ആവശ്യമുണ്ട്, പക്ഷെ ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് ചെന്നൈ സിറ്റിയെ ബേസ് ചെയ്താണ് ഈ ഒരു ഇത് വന്നേക്കുന്നത്. ചെന്നൈ സിറ്റി ഉൾപ്പെടുന്ന ലോകത്തിലെ എല്ലാ സിറ്റികളിലും UHI എന്ന് പറയുന്നൊരു ഫിനോമിനൻ ഉണ്ട്. UHI, അർബൻ ഹീറ്റ് ഐലൻഡ് എന്നാണ് പറയുന്നത്. UHI എന്താണ്? അർബൻ ഹീറ്റ് ഐലൻഡ്. അർബൻ ഹീറ്റ് ഐലൻഡ് എന്താണെന്ന് ചോദിച്ചാല്, ഈ നമ്മളുടെ സിറ്റീസ് പ്രോപ്പർലി ഡിസൈൻ ചെയ്യാത്തത് കൊണ്ട് നമ്മളുടെ സിറ്റീസിൽ ഇപ്പം കൺജസ്റ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ, പിന്നെ ഈ ബിൽഡിങ്ങുകളെല്ലാം ഈ എയർ കണ്ടീഷണർ പ്രവർത്തിപ്പിക്കും, ഗ്രീനറി ഇല്ല. ഇതൊക്കെ കൊണ്ട് ആ പ്രദേശത്ത് ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാവേണ്ട ടെമ്പറേച്ചറിനെക്കാളും ഈ അൺസയന്റിഫിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ, കൂടിച്ചേർന്നുള്ള താമസം, നമ്മളുടെ മാൻമെയ്ഡ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ്, ഇതൊക്കെ കൊണ്ട് നമ്മളുടെ തൊട്ടടുത്തുള്ള റൂറൽ ഏരിയാസിനെക്കാളും ഈ ടെമ്പറേച്ചർ 4-5 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരിക്കും. അതാണ് അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു ഹീറ്റിന്റെ ഒരു ഐലൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും ഇത്തരത്തിലുള്ള കൺജഷൻ മൂലമൊക്കെ. ഇത് ചെന്നൈയിൽ ഭയങ്കര കൂടുതലാണ് മറ്റ് സിറ്റീസ് അപേക്ഷിച്ച് നോക്കും. ചെന്നൈയിൽ കോസ്റ്റൽ സിറ്റി ആയതുകൊണ്ട് മറ്റ് ഹ്യൂമിഡിറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രോബ്ലംസും ഈ ഒരു ഫിനോമിനൻ കൂട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം എന്ന് ലോകത്തിലെ പല സിറ്റീസിൻ്റെയും എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളൊരു പഠനം ആണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഈ സിംഗപ്പൂരിൻ്റെ ഒക്കെ കാര്യമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതായത് വേറെ ഒന്നും വേണ്ട, 12% ഒരു ഗ്രീൻ കവർ ആ സിറ്റിയിൽ കൊണ്ടുവന്ന തന്നെ കുറേ മാറും. അതായത് സിറ്റിയുടെ മൊത്തം 12% ഗ്രീൻ കവർ കൊണ്ടുവന്നാൽ തന്നെ സിംഗപ്പൂരിലൊക്കെ ഏതാണ്ട് 30% ഗ്രീൻ കവർ ഉണ്ടെന്ന് പറയുന്നത്. 12% ഗ്രീൻ കവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പെഡസ്ട്രിയൻസിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മരങ്ങളൊക്കെ, ഷ്രബ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച റോഡുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഈ ഫുട്പാത്ത് പോലുള്ള സംഭവങ്ങൾ, അതിൽ കൂടെ തന്നെ സൈക്കിൾ യാത്രക്കാർ യാത്ര ചെയ്യുന്നു. ഒപ്പം നമ്മളുടെ പ്രൈവറ്റ് വെഹിക്കിൾസിന് മാക്സിമം
എന്താ പറയുക നിരുത്സാഹപ്പെടുത്തണം. അതായത് ഇപ്പം നമ്മളൊക്കെ കാറിലെ യാത്ര ചെയ്യുന്നത് അത് മാറ്റിയിട്ട് മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് പോലുള്ള ഈ നമ്മളുടെ ബുള്ളറ്റ് ട്രെയിൻസോ അല്ലെങ്കിൽ മെട്രോ ട്രെയിൻസോ അതുപോലുള്ള സംഭവങ്ങൾ, അതുപോലെ ഇലക്ട്രിക് ബസ്സുകൾ അതൊക്കെ പ്രൊമോട്ട് ചെയ്യുക. എയർ കണ്ടീഷണർ വലിയ പ്രോബ്ലമാണ്. നമുക്കറിയാം എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നതിൻ്റെ വെളിയിൽ ചെന്നുള്ള ചൂടറിയാം. ഈ ചൂട് ഭയങ്കര കൂടുതലാണ്. അപ്പം എയർ കണ്ടീഷണേഴ്സ് കുറച്ചുകൂടെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എയർ കണ്ടീഷണേഴ്സിലേക്ക് മാറുക. അല്ലെങ്കിൽ എയർ കണ്ടീഷണറിന് പകരം എന്തോ തെർമോസ്റ്റാറ്റ് സംവിധാനമൊക്കെ വേറെ രാജ്യങ്ങളിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞ് വായിച്ചു നോക്കുക, മനസ്സിലാവും. ഇനി അതിന്റെ താഴോട്ട് വരുമ്പം അൻ ഒഡീഷ ഫോർട്രസ് ആൻഡ് എ ഹാർഡ് ഇലക്ട്രൽ ബാറ്റിൽ എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ കാണാം. ഇത് സംഭവം വേറെ ഒന്നുമല്ല, ഒഡീഷ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഒഡീഷ 25 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJD ആണ്, BJP അല്ല, BJD. നവീൻ പട്നായിക്കിന്റെ അവിടുത്തെ റീജിയണൽ പാർട്ടിയായ BJD, ബിജു ജനതാദൾ എന്ന് പറയുന്ന പാർട്ടി. പക്ഷേ ഈ പാർട്ടി കടുത്ത വെല്ലുവിളി ഇപ്പൊ BJP നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നവീൻ പട്നായിക് നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ജയലളിത നേരിട്ട പ്രോബ്ലമാണ്. ജയലളിതയ്ക്ക് സക്സസർ ഇല്ലായിരുന്നു, കാര്യം അവർക്ക് മക്കളോ ഒന്നുമില്ല. ഇതേപോലെ നവീൻ പട്നായിക് കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ല. സോ ഹീസ് നോട്ട് ഹാവിങ് എ സക്സസർ. സോ തമിഴ്നാട്ടിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു IAS ഓഫീസറാണ് അദ്ദേഹത്തിന്റെ സക്സസർ പോലെ വന്നേക്കുന്നത്. പക്ഷേ BJP അവിടെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ക്യാമ്പയിനിങ് നടത്തി. ഇപ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷനിലൊക്കെ കൂടുതൽ സീറ്റ് BJD-ക്കാലും അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. അടുത്ത് വരുന്ന ഇപ്പോഴത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ, ഇപ്പോൾ അവിടെ അസംബ്ലി ഇലക്ഷൻ നടക്കുവാണ്. അതിൽ നവീൻ പട്നായിക് തന്നെ മോസ്റ്റ് പ്രോബ്ലി തിരിച്ചു വരും. പക്ഷേ നെക്സ്റ്റ് ഇലക്ഷനൊക്കെ ആകുമ്പോൾ അത് മാറി അവിടെ BJP ഭരണം പിടിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു ആർട്ടിക്കിളാണ്. നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. ഗ്രൗണ്ട് സീറോ എന്ന് പറയുന്നൊരു പേജ് ഉണ്ട്, അത് നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് താഴോട്ട് വരുമ്പം 1-2 ന്യൂസുകൾ നമുക്ക് പറയേണ്ട. ഒന്നെന്ന് പറയുന്നത് HC dismisses plea seeking information from SC collegium. ഇത് നമ്മളുടെ ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ആവശ്യമില്ല, പക്ഷേ കൊളീജിയം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൊളീജിയം ഈസ് ദ സിസ്റ്റം ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജസ് സെലക്ടിങ് the judges of Supreme Court and the High Courts, various High Courts in India. ഓക്കെ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയും വേരിയസ് ഹൈക്കോർട്ടുകളിലെ ജഡ്ജിമാരെയും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ ഒരു സിസ്റ്റമാണ് കൊളീജിയം. ഈ കൊളീജിയത്തിൽ 5 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടാണുള്ളത്, ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ 5 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഒരുമിച്ചിരുന്നാണ് സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാർ ആരൊക്കെ വേണം, ഒരു റിട്ടയർമെന്റ് ഉണ്ടായാൽ പുതിയ ജഡ്ജി ആര് വേണം, ഹൈക്കോടതികളിലെ ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസുമാരൊക്കെ തീരുമാനിക്കുന്ന ആ സിസ്റ്റം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് പകരമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ NJAC കൊണ്ടുവന്നത്. പക്ഷേ NJAC സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തുകൊണ്ട് ഇപ്പൊ NJAC ഇല്ല. NJACയുടെ എക്സ്പാൻഷൻ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷനാണ്. ഇറ്റ് ഈസ് നോട്ട് existing now because Supreme Court of India strike down the constitution of NJAC, citing it as unconstitutional. NJAC National Judicial Appointments Commission. പിന്നെ അഹല്യാബായി ഹോൾക്കർ എന്ന് പറയുന്ന ഒരു റൂളറിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് അവിടെ കാണാം. അറിഞ്ഞിരിക്കും, ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. അഹല്യാബായി ഹോൾക്കർ എന്ന് പറയുന്നത് ഇന്നത്തെ ഇൻഡോർ, മധ്യപ്രദേശിലാണ് ഇൻഡോറിന്റെ പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റിയാണ്. ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റി ഫോർ ദ ലാസ്റ്റ് 10 years ഈസ് ഇൻഡോർ. അതെങ്ങനെയാ പറഞ്ഞ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായിട്ട് there is a survey to assess the cleanliness of each and every cities in India, and in that ranking every year Indore is getting the number 1 ranking. Indore. അപ്പോൾ അതാണ് ക്ലീനർ സിറ്റി. ആ ഇൻഡോർ ഒരു 100-200 വർഷം മുമ്പ് 300 വർഷം മുമ്പ് ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് അഹല്യാബായി ഹോൾക്കർ. അവരുടെ 300ാം ജന്മദിനം കൊണ്ടാണ്. അപ്പോൾ അതിനെ കുറിച്ചാണ് അറിഞ്ഞിരിക്കുക. അതുപോലെ NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ട്. ഒരു ന്യൂസ് ഉണ്ട്. NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്താണ്? എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കേണ്ട ഇന്ത്യയിലെ സ്പെഷ്യൽ കോർട്ട്. ട്രിബ്യൂണൽ മീൻസ് ഇറ്റ്സ് എ സ്പെഷ്യൽ കോർട്ട്. ഇറ്റ് ഡീൽസ് വിത്ത് ഓൺലി 1 ടൈപ്പ് ഓഫ് കേസസ്. അപ്പൊ ഇതിൽ എൻവയോൺമെന്റ് അത് മാത്രമുള്ള കേസസ് അവിടെ ഡീൽ ചെയ്യുള്ളൂ. NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. അതിന്റെ ചെയർപേഴ്സൺ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവ. ആരാണ്? പ്രകാശ് ശ്രീവാസ്തവ ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് NGT. പ്രകാശ് ശ്രീവാസ്തവ. ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. പക്ഷേ ഇതിന് താഴെ ഒരു കാര്യമുണ്ട്, അത് പറയാം. ലോക്സഭ ഗിയേഴ്സ് അപ്പ് ടു വെൽക്കം ന്യൂലി ഇലക്ടഡ് മെമ്പേഴ്സ്. ലോക്സഭയിലെ റിസൾട്ട് June 4 വരാൻ പോയല്ലേ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദർ വിൽ ബി ന്യൂലി ഇലക്ടഡ് MPs. ഫുൾ MPs വിൽ ബി ന്യൂലി ഇലക്ടഡ്. നോ, അവരിപ്പം
വൺസ് ഇപ്പൊ അവർ എം പിമാരാണെങ്കിൽ ഇനി അടുത്ത ലോക്സഭയിൽ അവർ വീണ്ടും ന്യൂലി ഇലക്ടഡ് ആണല്ലോ. അപ്പൊ അവരെയൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്സഭ ഒരുങ്ങുന്നതാണ്. ലോക്സഭ പുതിയ ലോക്സഭയാണല്ലോ ഇപ്പോഴത്തെ, പുതിയ പാർലമെന്റ് ആണല്ലോ, പുതിയ പാർലമെന്റ് മന്ദിരത്തിലാണ് ഇപ്പോഴത്തെ ലോക്സഭയൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ലോക്സഭയ്ക്ക് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. ലോക്സഭയുടെ ഹെഡ് ലോക്സഭ സ്പീക്കറാണ്. കറന്റ്ലി ലോക്സഭ സ്പീക്കർ ഈസ് ഓം ബിർള. പക്ഷെ ഓം ബിർള അടുത്ത ലോക്സഭാ സ്പീക്കർ ആവുന്ന ഒരു ഉറപ്പുമില്ല. കാരണം അടുത്ത തവണ വീണ്ടും ലോക്സഭാ സ്പീക്കറിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഓം ബിർളയെ വേണമെങ്കിൽ, ഇപ്പൊ BJP ജയിച്ചാലും ഓം ബിർളയെ വേണമെങ്കിൽ മാറ്റാം. BJP അല്ല ഇന്ത്യ ബ്ലോക്കാണ് അധികാരത്തിൽ വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വിൽ ബി ചേഞ്ച്ഡ്. ഓക്കെ, ലോക്സഭയുടെ ഹെഡ് ലോക്സഭാ സ്പീക്കറാണ്. പക്ഷേ ലോക്സഭാ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആണ് അവിടുത്തെ ഒഫീഷ്യൽസിന്റെ ആ ഒരു ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ലോക്സഭാ സെക്രട്ടേറിയറ്റ് ദേ കൺട്രോൾ ദ ഡേ ടു ഡേ ഫംഗ്ഷനിങ് ഓഫ് ലോക്സഭ. ലോക്സഭാ സെക്രട്ടേറിയറ്റിന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. അദ്ദേഹത്തിന് ഡയറക്ട്ലി റിപ്പോർട്ട് ചെയ്യേണ്ടത് ലോക്സഭാ സ്പീക്കറിനാണ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ലോക്സഭാ സ്പീക്കറിനാണ്. ഹി വിൽ ബി ആൻ IAS ഓഫീസർ. അപ്പോൾ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഇപ്പോൾ ആരാണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട്, ഒരു സെക്കൻഡ്, ഉത്പൽ കുമാർ സിംഗ്. ഉത്പൽ UTPAL, ഉത്പൽ കുമാർ സിംഗ്. പിന്നെ ലോക്സഭ പ്രോട്ടൈം സ്പീക്കർ എന്നൊക്കെ കേട്ടില്ലേ? ലോക്സഭയിലെ പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ലോക്സഭ MP-മാരെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കണം. ലോക്സഭയിലെ പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ലോക്സഭ MP-മാരെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യണ്ടേ? അവരെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ അപ്പൊ ലോക്സഭ സ്പീക്കർ കാണത്തില്ല. ആ ഇലക്ഷൻ അതിനുശേഷമേ വരുള്ളൂ. അപ്പൊ there will be a പ്രോട്ടൈം സ്പീക്കർ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രോട്ടൈം സ്പീക്കർ. ആ പ്രോട്ടൈം സ്പീക്കർ നോർമലി അവിടെ ഇലക്ട് ചെയ്ത് വന്ന MP-മാരുടെ കൂട്ടത്തിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ചിലപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കും പ്രോട്ടൈം സ്പീക്കർ. പ്രോട്ടൈം സ്പീക്കറിന്റെ ഓൺലി ജോബ് ഈസ് ടു കണ്ടക്ട് ദ oath taking ceremony of newly elected MPs and also conduct speaker election. സ്പീക്കർ ഇലക്ഷൻ അദ്ദേഹം കണ്ടക്ട് ചെയ്യണം. സ്പീക്കർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് പ്രോട്ടൈം സ്പീക്കറാണ്. ഇനി നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഒരു കാര്യം മാത്രമേ ഇവിടെ പറയാനുള്ളൂ. റെയിൽവേസ് ടു കൺസ്ട്രക്ട് കനോപ്പി ബ്രിഡ്ജസ് അക്രോസ് ട്രാക്ക് ഇൻ അസാം ഗിബോൺ ഹാബിറ്റാറ്റ്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, അത് ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാകുന്നോ, NFR നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെയിൽവേ, അതാണ് നോർത്ത് ഈസ്റ്റിലെ റെയിൽവേ എന്ന് പറയുന്നത്. NFR നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെയിൽവേ, NFR അവരാണ് നോർത്ത് ഈസ്റ്റിലെ റെയിൽവേ. നമ്മളെ സദേൺ റെയിൽവേ എന്നൊക്കെ പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലെ റെയിൽവേ. ഓരോ റെയിൽവേ ഡിവിഷൻസ് ആണല്ലോ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗുവാഹത്തിയിലാണ്. അസാമിലാണല്ലോ ഗുവാഹട്ടിയില് എനിക്കൊന്ന് മലഗാവോൺ എന്നങ്ങോട്ട് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെയാണ് NFRന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവരൊരു കാര്യം തീരുമാനിച്ചു. അവിടെ ഹൊളാങ്കപ്പാർ ഗിബോൺ എന്ന് പറഞ്ഞൊരു സാങ്ച്വറി ഉണ്ട്. ഈ സാങ്ച്വറിയിൽ ഒരു ടൈപ്പ് ഓഫ് കുരങ്ങന്മാരുണ്ട്. അതിന്റെ പേര് ഇവിടെ കാണാം. ഹൂലോക്ക് ഗിബോൺ എന്നാണ് എന്റെ പേര്. ഈ ഒരു ടൈപ്പ് ഓഫ് കുരങ്ങന്മാരാണ്. യുവമാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കനോപ്പി ബ്രിഡ്ജ്, ഒന്നല്ല എനിക്ക് തോന്നുന്നു കുറെ കനോപ്പി ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. വേറെ ഒന്നുമല്ല, ഇതിന്റെ അകത്തൂടെ ഈ നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെയിൽവേ കടന്നു വന്നിട്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഈ പാർക്ക്, ഇത് പാർക്കാണ്. ഇതാണ് ആ ടൈപ്പ് ഓഫ്, ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഏപ്സ് ആണ്. ഓക്കെ, മങ്കീസ് ആണ്. അപ്പം ഇത് ഈ NFR നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെയിൽവേയുടെ ട്രാക്ക് ഇതിന്റെ അകത്തൂടെ കടന്നു വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സാങ്ച്വറി രണ്ടായിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുരങ്ങന്മാർ എന്ത് ചെയ്യുന്നു വെച്ചാല്, ചിലപ്പോഴൊക്കെ അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ ട്രാക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുമ്പോൾ ട്രെയിൻ വന്ന് ഇടിച്ചത് ചത്തുപോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കര ഹൈറ്റുള്ള മരങ്ങളുടെ മുകളിലാണ് താമസിക്കുന്നത്. അതാണ് ഈ കുരങ്ങന്മാരുടെ പ്രത്യേകത. ഇവർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി, ക്രോസ് ചെയ്യാൻ വേണ്ടി, ഈ ട്രാക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മരങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കനോപ്പി എന്ന് പറയുന്നത്. എന്താണ് ഈ നല്ല ഹൈറ്റിൽ ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്യുന്ന ബ്രിഡ്ജസിനെയാണ് കനോപ്പി ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മരങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ബ്രിഡ്ജസ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം. നേരത്തെ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയുടെ എക്കണോമിക് സെക്ടർ ഏത് രീതിയിൽ നോക്കിയാണെങ്കിലും ഗ്രോ ചെയ്യുകയാണ്. അതിന്റെ യാതൊരു സംശയവുമില്ല. എക്കണോമിക് സെക്ടർ ഇനി വരും വർഷങ്ങളിൽ അതുപോലെ ഗ്രോ ചെയ്യും. കാര്യം ബേസിക് ഫണ്ടമെന്റൽസ് അത്രയും സ്ട്രോങ് ആണ്. നമ്മുടെ എക്കണോമിക് സെക്ടർ ഗ്രോ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറും നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രോത്ത് ഇൻഡിക്കേറ്റർ ആണ് കോർ സെക്ടർ ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്താണ് കോർ സെക്ടർ ഗ്രോത്ത്? കോർ സെക്ടർ മീൻസ് മൊത്തം ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ 40% അവരാണ്.
മൊത്തം ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ 40% ആണ് കോർ സെക്ടർ. അത് ഏതൊക്കെയാണ്? സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. ടോട്ടൽ 8 സെക്ടേഴ്സ്. അത് 6.2% കഴിഞ്ഞ മാസം ഗ്രോ ചെയ്തു എന്നാണ് ഏപ്രിലില്. അത് ഗ്രോത്ത് റേറ്റ് എന്ന് എഴുതണ്ട, പക്ഷെ അറിഞ്ഞിരിക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ താഴോട്ട് വരുമ്പോൾ കണ്ടോ, ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇത് ഞാൻ ഇത്തിരി മുമ്പേ പറഞ്ഞു. ഫിസിക്കൽ ഡെഫിസിറ്റ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 24 നാരോഡ് ടു 5.6% ഓൺ ബെറ്റർ ടാക്സ് മോപ്പ്. അത് ആണ് അടുത്തത്. എക്കണോമിയുടെ ഒരു ഗ്രോത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് എല്ലാം സ്ട്രോങ് ആണെന്നുള്ളതിന്റെ വേറൊരു ലക്ഷണമാണ്. 5.8% ആണെന്നാണ് ആദ്യം ഇന്റർം ബഡ്ജറ്റ് പറഞ്ഞത്. ഇപ്പോൾ അത് റിവൈസ് ചെയ്ത് 5.6% ആയിട്ട് കുറഞ്ഞു. ഇത് കുറഞ്ഞ് ഏറ്റവും മാക്സിമം കുറയണം ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇതൊക്കെ കുറഞ്ഞുകൊണ്ട് S&P, ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞ തന്നെയാണ്, ഇന്ത്യയുടെ റേറ്റിംഗ് അടുത്ത 2 വർഷത്തിനകം കൂട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു അപ്ഗ്രേഡ് അവർ തന്നിട്ടുണ്ട്, സ്റ്റേബിൾ നിന്ന് പോസിറ്റീവിലേക്ക്. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നത്. S&P എന്ന് പറഞ്ഞൊരു US റേറ്റിംഗ് ഏജൻസിയാണ്. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ LICയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. LICയുടെ പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി LIC ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഇവിടുത്തെ ഏത് കൊച്ചു കുഞ്ഞുണ്ട് ചോദിച്ചാലും അവർ പറഞ്ഞു തരുന്ന പ്രത്യേകതയാണ് LICയുടെ. അതേ സമയത്ത് LICക്ക് ഇതല്ലാതെ വേറൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? നിങ്ങളത് പറയാൻ യാതൊരു സാധ്യതയില്ല, പക്ഷേ ഞാൻ പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ DII LIC ആണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ DII. നിങ്ങളൊക്കെ അദാനി വലിയ പ്രശ്നം ഇടയ്ക്ക് വെച്ചുണ്ടായിരുന്നു. ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ ഒരു US ബേസ്ഡ് ഫേമിന്റെ കുറെ അലിഗേഷൻസ് ഒക്കെ വന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ അദാനി രക്ഷപ്പെട്ടു. അദാനി ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രോഫിറ്റബിൾ കമ്പനിയായിട്ട് വീണ്ടും മാറി. അന്ന് സ്റ്റോക്കൊക്കെ ഇടിഞ്ഞതെല്ലാം വീണ്ടും റീകൂപ്പ് ചെയ്തു. അപ്പം അന്ന് നിങ്ങളൊരു കാര്യം വായിച്ചു കാണും. LICയുടെ 30,000 കോടി രൂപ അവർ അദാനി ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ 30,000 കോടിയുടെ വാല്യൂ ഇന്നത് 80,000 കോടിയാണ്. അപ്പൊ അതാണ് LICയുടെ മെയിൻ പരിപാടി. ആക്ച്വലി LIC ലൈഫ് ഇൻഷുറൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് നമ്മളെല്ലാം കൊണ്ടടക്കുന്ന പ്രീമിയം എമൗണ്ട് ഇല്ല, അവരുടെ കയ്യിൽ കോടികളാ കുമിഞ്ഞു കൂടുന്നത്. അവർക്ക് ആ പൈസ വെറുതെ കൈവച്ചേക്കാൻ പറ്റത്തില്ല. അവർ മെയിൻലി കമ്പനികളുടെ സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് DII എന്ന് പറയുന്നത്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് DII, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. FII ഉണ്ട്. ഇതേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ? നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഞാനും നിങ്ങളും ഒക്കെ ഇന്ത്യയിലെ സാധാരണക്കാരായ ഇൻഡിവിജ്വൽസ് ആണ്. നമ്മള് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. പക്ഷേ ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. DII ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദേശത്തു നിന്നുള്ള കമ്പനികളെ FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ DII LIC മാത്രമല്ല, പല സ്ഥാപനങ്ങളും ഉണ്ട്. ഇവർ കൊണ്ട് സ്റ്റോക്കുകളിൽ ഇപ്പൊ ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട സകല കമ്പനികളുടെയും മേജർ ഷെയർസ് LICയുടെ. അതാണ് LICയുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത്. LICയുടെ ICICI ബാങ്കിന്റെ ഷെയർ വരെ അവരേലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിഗരറ്റ് മാനുഫാക്ചറിംഗ് കമ്പനി, FMCG കമ്പനികളുടെ ITCയുടെ ഷെയർസ് മെയിൻലി അവരാണ്. IDB ബാങ്കിന്റെ ഓൾമോസ്റ്റ് ഫുൾ ഓണർഷിപ്പ് LICയുടെ കയ്യിലാണ്. അതുപോലെ എത്ര സ്ഥാപനങ്ങൾ. അത് അദാനി ഗ്രൂപ്പിൽ തന്നെ അവർ 30,000 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏതാണ്ട് വാല്യൂ ഇപ്പോൾ ഏതാണ്ട് 80,000 കോടി ക്രോസ് ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെയാണ് LIC കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ N. ചന്ദ്രശേഖരൻ. ഇതാണ് അദ്ദേഹത്തിന്റെ ന്യൂസ് അവിടെ കാണാം. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇന്റർനാഷണൽ പേജാണ്. US-ന്റെ ലോയിഡ് ഓസ്റ്റിൻ ചൈനയുടെ ഡിഫൻസ് മിനിസ്റ്ററായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണാം. US-ന്റെ ഡിഫൻസ് സെക്രട്ടറി ആണ് ലോയിഡ് ഓസ്റ്റിൻ എന്ന് പറയുന്നത്. US-ന്റെ ഡിഫൻസ് സെക്രട്ടറി ആണ് ലോയിഡ് ഓസ്റ്റിൻ. ഡിഫൻസ് സെക്രട്ടറി മീൻസ് ഡിഫൻസ് മിനിസ്റ്റർ എന്ന് നമ്മൾ ഇന്ത്യയിൽ പറയുന്നതിന് US-ൽ സെക്രട്ടറി എന്നാണ് പറയുന്നത്. US-ന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ആന്റണി ബ്ലിങ്കൻ. ആന്റണി ബ്ലിങ്കൻ, US-ന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ. അതായത് ഇവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ എന്ന് പറയും. ഇവിടെ ജയശങ്കറിന്റെ പൊസിഷനുള്ള ആളാണ് US-ലെ ആന്റണി ബ്ലിങ്കൻ. അങ്ങനെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, ആന്റണി ബ്ലിങ്കന്റെ ഫോട്ടോ ഇവിടെ കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ ഇലക്ഷൻ കഴിഞ്ഞു. സൗത്ത് ആഫ്രിക്കയിൽ ആദ്യത്തെ കോalition ഗവൺമെന്റ്. സൗത്ത് ആഫ്രിക്കയിൽ ഇന്ന് വരെയുള്ള ഇലക്ഷനിലെല്ലാം ANC ആണ് തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്
സിറിൽ രാമഫോസയാണ് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ്. വീണ്ടും സിറിൽ രാമഫോസ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തുടരാനാണ് ചാൻസ്. പക്ഷേ ഇപ്രാവശ്യം ANC ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, അതാ നെൽസൺ മണ്ടേല തുടങ്ങിയ പാർട്ടിയാണ്, അതിന് ഇപ്പൊ മെജോറിറ്റി കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം അവിടെ കോalition ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടാകാൻ പോകണം എന്നുള്ളൊരു ന്യൂസ് കാണാം. ഓക്കെ, അപ്പം അത്രയൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ശരത് കമലിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. ശരത് കമൽ ഈസ് ദ നമ്പർ 1 TT പ്ലെയർ. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഈ പേര് ഇന്ത്യൻ ടേബിൾ ടെന്നീസ് വേൾഡിലുണ്ട്. അതായത് ഇപ്പൊ 41 വയസ്സായി. TT എന്ന് പറയുന്നത് ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് കിടന്ന് കളിക്കുന്ന മാച്ച് ആയതുകൊണ്ട് അതിൽ പ്രായം ആയാലും കളിക്കാൻ പറ്റും. അപ്പം ശരത് കമലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ TT പ്ലെയർ എന്ന് പറയുന്നത്, ടേബിൾ ടെന്നീസ് പ്ലെയർ ശരത് കമൽ. അതേ ഒളിമ്പിക്സിൽ ഇപ്രാവശ്യം 5ാം തവണയാണ് അതേ ഒളിമ്പിക്സ് പങ്കെടുക്കാൻ പോകണം. അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. പിന്നെ സ്പോർട്സ് പേജ് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഫ്രഞ്ച് ഓപ്പൺ എല്ലാ ദിവസത്തെയും പോലെ നമ്മൾ പറഞ്ഞാണ്. ഫ്രഞ്ച് ഓപ്പൺ റൊളാൻഡ് ഗാരോസിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. T20 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു US-ലും വെസ്റ്റ് ഇൻഡീസിലും ആയിട്ട്. പിന്നെ നോർവേ ചെസ് ടൂർണമെന്റിൽ വിമൻ സെക്ഷനിൽ പ്രജ്ഞാനന്ദയുടെ സഹോദരി R വൈശാലി മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ വേറൊന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്.